പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ കുപ്രചരണം നടത്തുമ്പോൾ ഞങ്ങളങ്ങ് തീർന്നു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിക്കാത്ത ഇ.പി. ജയരാജന്റെ പേരിൽ വാർത്ത കൊടുക്കുന്നു. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. തെറ്റുണ്ടായാൽ തിരുത്തുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം സംബന്ധിച്ച ഉപക്ഷേപ നോട്ടീസ് പരിഗണിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ ആഞ്ഞടിച്ചത്. വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ ഗാന്ധി ചിത്രം താഴെയിട്ടത് SFI ആണെന്ന് നിങ്ങൾ ആരോപിച്ചു. എന്നാൽ എന്തായിരുന്നു വസ്തുതയെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചു. സർ, ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിന് ഒരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തത്? അപ്പോൾ അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിന്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. AKG സെന്റർ ആക്രമണ കേസിൽ ഞങ്ങൾക്കെതിരെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചവർക്ക് പ്രതികൾ പിടിയിലായപ്പോൾ മിണ്ടാട്ടമില്ല. കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിന്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, KPCC പ്രസിഡന്റിന്റെ അടുത്ത അനുയായിയായിരുന്നു. ഇടിമുറിയിലൂടെ വളർന്നുവന്ന പ്രസ്ഥാനമാണ് SFI എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? മാധ്യമങ്ങൾ കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങൾ തീർന്നു പോകുമെന്ന് നിങ്ങൾ കരുതുന്നു. അങ്ങനെ ഒരു വ്യാമോഹമൊന്നും വേണ്ടെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിന്റെ കഥകളിലേക്ക് പോകണോ? അതിന്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങള്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക, അതാണ് പ്രശ്നം. മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾക്കെതിരെയും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഞങ്ങളെ പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ. എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുന്നള്ളിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. സ്പീക്കറെയും SFIയെയും അധിക്ഷേപിച്ച് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് താൻ മഹാരാജാവാണെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെന്നും ആക്ഷേപിച്ചു. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. പ്രതിപക്ഷ നേതാവിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് സ്പീക്കറോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.